നമ്മൾ പോളണ്ട് എയർപോർട്ടിലെത്തി കേട്ടോ. ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയിട്ടോ. എനിക്ക് ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ എയറിൽ പ്രഷർ വ്യത്യാസം വരാൻ ചെവിന്ന് പയ്യടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കുറേ ലെയർ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ വന്നോടത്ത് ഭയങ്കര തണുപ്പായിരിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അയർലൻഡിനേക്കാളും തണുപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലീസും ജാക്കറ്റും അതിൻ്റെ തെർമൽ വെയറും അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ റൂമിൽ ചെക്കിൻ ചെയ്യും. നമുക്ക് 3 മണിയായിട്ട് ചെല്ലാൻ പറ്റും. 3 മണിയായിട്ട് നമുക്കവിടെ അവർ ചെക്കിൻ അവൈലബിൾ ഉള്ളൂ. അപ്പം എന്നിട്ട് വേണം നമുക്ക് ചെന്ന് ചെക്കിൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ലഗേജൊക്കെ കൊണ്ടുപോയി വയ്ക്കാനായിട്ട്. നമ്മൾ പിന്നെ മീൻസ് വേറെ വലിയ ലഗേജ് എടുക്കാറില്ല. കാരണം അത് കൊണ്ടുനടക്കൽ നമുക്ക് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 4 പേർക്ക് ഓരോ ബാക്ക് പാക്ക് എടുക്കുള്ളൂ. അതിനകത്ത് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ കുത്തിക്കിറ്റ് വയ്ക്കും കേട്ടോ. അങ്ങനെ ചെയ്യണേ. നമ്മൾ വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഫ്ലൈറ്റിലൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം നമ്മുടെ ട്യൂണ സാൻഡ്വിച്ചിൻ്റെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ എയർപോർട്ടിലെത്തി പുറത്തിറങ്ങുന്നതിന് മുന്നേ ഒന്ന് സാൻഡ്വിച്ച് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് എഴുതിയിട്ടാട്ടോ. കാരണം ഫ്ലൈറ്റിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഫ്ലൈറ്റ് കയറിയ സമയത്ത് കഴിച്ചായിരുന്നു. പിന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓക്കെ അല്ലേ? എന്താ അവിടെ നിന്ന് നമ്മളൊരു ബസ് ഓടിച്ചിട്ട് നമ്മൾ താമസിക്കാൻ വന്ന അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് ലഗേജ് വെച്ച് അത് കയറാൻ പറ്റില്ലായിരുന്നു. കാരണം 3 മണിക്കാണ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് അവരുടെ ലഗേജ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഉച്ചഭക്ഷണം തേടിയുള്ള നടപ്പാട്ടോ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഇത് നമുക്കിനി 3 മണിയായിട്ട് ചെക്കിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പോയി ചെക്കിൻ ചെയ്ത് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തിറങ്ങാമല്ലോ. ബിൽഡിങ്ങൊക്കെ ആണ്, നല്ല രസമുണ്ട്. ഓടല്ല അല്ലേ, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈലാട്ടോ. പക്ഷേ റൂട്ടിൽ പക്ഷെ ഇവിടെ നിന്ന് ആൾക്കാർ കുറവാട്ടോ. എനിക്കൊന്ന് നമ്മൾ ഇച്ചിരി സിറ്റിയുടെ പുറത്തേക്ക് വന്നെന്നാണ്. ചൈനീസ് ഫുഡ് കഴിക്കുന്ന പോളിംഗ് ആവുമ്പോ പിന്നെ അറിയോ? ഓക്കെ, നമുക്ക് കിട്ടിയത് കണ്ടത് ഒരു ചൈനീസ് ഷോപ്പാട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു സൂപ്പ് പോലത്തെ സാധനം പറഞ്ഞേക്കാണേ. കണ്ടോ, പ്രോൺസ് ഉണ്ട്, എന്തോ ഡംപ്ലിങ്സ് ഉണ്ട്, പിന്നെ എന്തോ മീറ്റ് ബോൾസ് ഒക്കെ കിടപ്പുണ്ട്, വെജിറ്റബിൾസും ഉണ്ട്. കഴിച്ചു നോക്കാം. നല്ല സ്പൈസിയാണ്. അപ്പോൾ തണുപ്പത്തെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ച് തീർത്തു കേട്ടോ. ചട്ടി നക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ സാധനമാണ്. നല്ല സ്പൈസി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പ്രോൺസും നൂഡിൽസും ഡംപ്ലിങ്സും ഒക്കെയുള്ള മിക്സ് ആയിരുന്നു. നമ്മൾ നടന്നത് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. പക്ഷെ നമുക്ക് രാത്രി വരുമ്പോഴാണ് ഇത്രയോടെ ഫീൽ കിട്ടുക. ലൈറ്റ്സ് ഒക്കെ ശരിക്കും ഇതേക്കും. പക്ഷെ ഇവിടെ കണ്ടു ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ബിൽഡിങ്സിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് രാത്രി വരുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് രാത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡും ഇവിടുത്തെ വൈബും ഒക്കെ എൻജോയ് ചെയ്യാമെന്ന് ചെയ്തിട്ടാട്ടോ. കണ്ടോ, അപ്പോൾ ഈ സെറ്റപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 3:30-4 മണി ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളി, സൂപ്പർ. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിന് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ വേറെ വലിയ പള്ളി കേട്ടോ. കുറേ പള്ളികളുണ്ട് ഇതുപോലെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇഷ്ടിക പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ട് ആ കളറും നല്ല ഹൈറ്റും ഉണ്ട്. എൻ്റെ അകത്ത് കയറണമെങ്കിൽ മിക്കവാറും നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുക ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് പയ്യെ ഏറ്റവും നല്ലൊരു പള്ളി നോക്കി കയറാമെന്ന് വെച്ചിട്ടാണേ. ഉണ്ടോ, ഒരു ഗ്രൂപ്പായിട്ട് വിസിറ്റേഴ്സൊക്കെ വരണേ. അത് സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. ചിമ്മിനി കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട്. നമ്മൾ ബുദ്ധപെസ്റ്റ് വന്നപ്പോഴും കഴിച്ചേക്കണതാണ്. നമ്മളാണെങ്കിലും സിനമൺ ഫ്ലേവർ ആയിട്ടാണ് ഇഷ്ടപ്പെട്ടപ്പോൾ സിനമൺ ഫ്ലേവറാണ് പറഞ്ഞേക്കുന്നത്. അവർ ലൈവായിട്ട് അവിടെ ഉണ്ടാക്കി അവിടെ ബേക്ക് ചെയ്ത് തരും. നല്ല ടേസ്റ്റ് ആട്ടോ. ചൂടോടെ തരും. ഇരിക്കുന്ന സാധനമാണേ. പല പല ഫില്ലിങ്ങുകൾ നമുക്ക് ചോക്ലേറ്റും ന്യൂട്ടല്ല അങ്ങനെ പല പല ഫില്ലിങ്ങുകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് പ്ലെയിൻ സിനമണാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചോക്ലേറ്റ് ആണോ? അത് ഇവിടുത്തെ നമ്മൾ അന്ന് ബുദ്ധപെസ്റ്റ് പോയപ്പോഴും കഴിച്ചൊരു സാധനമാണ് ചിമ്നി കേക്ക്. കണ്ടോ, ചിമ്നി കേക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് എനിക്ക് അറിഞ്ഞൂടെ ഷേപ്പ് കൊണ്ടാണോ ഇങ്ങനെയാണോ അതൊരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തന്നെ കേട്ടോ. നല്ല ചൂടോടി. അപ്പോൾ നോക്കിയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് 1ഉം 2 ഒക്കെ ആണെന്ന് ടെമ്പറേച്ചർ. അപ്പോൾ അതിനകത്ത് നോക്കി ചൂടോടി കഴിക്കുമ്പോൾ സിനമണാണ് നമ്മൾ വാങ്ങിച്ച ഫ്ലേവർ. സിനമൻ്റെ ഫ്ലേവറും പഞ്ചസാരൻ്റെ മധുരവും സൂപ്പർ. ഇതിനകത്ത് കുറേ ഫില്ലിംഗ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ തരും കേട്ടോ. നമ്മൾ പ്ലെയിൻ ആയിട്ട് വാങ്ങിച്ചത്.
എൻ്റെ നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇരുട്ടിയുള്ളേ, അപ്പോഴേക്കും എല്ലാവരും പുറത്തിറങ്ങിയിട്ട്. നേരത്തെ നമ്മൾ നടന്നപ്പോൾ ഇവിടെ ഒന്നും ഒട്ടും ആൾക്കാരുണ്ടായില്ല. ഈ നേരം ആകുമ്പോഴാണ് മാർക്കറ്റിലേക്ക് നിറയെ ആൾക്കാർ വരുന്നത്. മാർക്കറ്റിലേക്ക് രാത്രിയാകുമ്പോൾ തിരിച്ചു വരാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു സൂത്രം കണ്ടു. നമ്മുടെ ഇവിടെ കുറേ ഇങ്ങനെ കുഞ്ഞു മിനിയേച്ചർ സ്റ്റാച്ചു, ഡാർഫ് സ്റ്റാച്ചു. അതിലൊരു സ്റ്റാച്ചു നമ്മുടെ ഇന്ത്യക്കാരനാട്ടോ. ഞാൻ പേര് കാണിക്കുന്നില്ല, നിങ്ങളെ കണ്ടിട്ട് കുഞ്ഞാട്ടോ. ഈ അദ്ദേഹത്തെ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായി? ഇങ്ങ് പോളണ്ടിലാണ്, നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാച്ചു ആണ്, ഇന്ത്യക്കാരനാണ്. കുറച്ച് ബുക്സൊക്കെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്, കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കത് മനസ്സിലായില്ലായിരുന്നു, പിന്നെ വായിച്ചപ്പോഴാട്ടോ മനസ്സിലായി നമ്മുടെ സ്വന്തം ആളാണെന്നുള്ളത്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ പോയി, നല്ല ഇരുട്ടാട്ടോ, അപ്പാർട്ട്മെൻറ്റിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട്, അയ്യോ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. എന്തായാലും അപ്പാർട്ട്മെൻറ്റിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകട്ടോ. 5:45 പക്ഷെ ഞാൻ ക്യാമറ പിടിച്ചോടത്തൊക്കെ നല്ല ഇരുട്ടാ. അപ്പാർട്ട്മെൻറ്റ് വീഡിയോ പിന്നെ കാണിക്കാട്ടോ. നമ്മൾ പെട്ടെന്ന് സെറ്റ് ആവണ തിരക്കിൽ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പം മറ്റേ ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചപ്പോഴായിരുന്നു കേട്ടോ ലൈറ്റ് ഇല്ല ഞാൻ, പക്ഷേ ബാക്ക് ക്യാം വെച്ചപ്പോൾ നല്ല വെട്ടമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാം. നമ്മൾ സിറ്റിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അവിടെ കുറേ ഈ ട്രെയിനും ലുവാസൊക്കെ പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ. ഈവനിങ് ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു പല കളേഴ്സിലാണ് ബിൽഡിങ്ങൊക്കെ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിനൊരു പഴമയുടെ ഇത് അവരിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ അച്ഛൻ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യോ ക്രിസ്മസ് ആയി? എങ്ങനെയാണ് തമാശ? ശരിക്കും നമ്മൾ കയറിയത് കബാബ് ഒരു കടയുണ്ടോ കണ്ടേ കബാബിൻ്റെ. പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മാച്ചൻ ഗുഡാന്ന് പറയുന്നുണ്ട്. മിഡിൽ നോട്ട് ഗുഡ്. ഞാനും മിഡിൽ. സുന്ദരി ആയിട്ടുള്ള ഇതുപോലെ പോലെ അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സാധനം ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മൾ പോയി വാങ്ങിച്ചു. ഹോട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തിന്നാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഹോളിഡേയ്സ് കഴിയുമ്പോൾ തിന്നാനും പ്ലാൻ ഉണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ മാർക്കറ്റ് ഉണ്ടോ? അടിപൊളിയായിട്ട് മാർക്കറ്റ്. ഇതിങ്ങനെ നീണ്ട അപ്പുറ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നമുക്ക് വരാം കേട്ടോ. ഇതൊരു സൈഡ് മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടത് വേറൊരു സൈഡായിരുന്നു. അത് നമുക്ക് കയറിയിട്ട് കറങ്ങി വരാം. കണ്ടോ നമ്മുടെ നാട്ടിൽ പെരുന്നാളിന് മുറുക്കൊക്കെ തൂക്കിയിട്ടില്ലേ, അതുപോലെ ഉണ്ടല്ലേ നിറയെ പലഹാരങ്ങൾ ഞാൻ തൂക്കിയിട്ടുണ്ട്. ക്രിസ്മസ് മാർക്കറ്റിൽ ഇങ്ങനെ കുറേ ഹാൻഡ് ക്രാഫ്റ്റ് ഉണ്ടാവും കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. ഇതുപോലെ നമ്മളിതൊന്നും വാങ്ങുന്നില്ല. സ്റ്റാച്യൂസ് മറ്റേ സ്റ്റാച്ചു അല്ലേ? എന്തോ ഹിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നു. Sweet, of course. Dry. Persimona, kaki una su. Yeah. The yellow color. Yo, orange tomato. Pomarańcza i... Nie, proszę pana. Nie pomarańcza. To jest takie jak pomidor wygląda pomarańczowy. Kaki. Orna. 100 gram, No to kaki, no to jest to. ഇവിടെ പൂക്കളുടെ കുറേ ഷോപ്പുണ്ട്. നല്ല ഭംഗിയുള്ള റോസസും. അവിടെയാണ് ഒരു വലിയ കടയുണ്ട്. അവിടെ കുറേ നല്ല നല്ല പൂക്കളുണ്ട് കേട്ടോ. കേട്ടോ 5 പോളിഷ് ഇവിടുത്തെ എന്തെന്നാണോ പറയണേ. എന്തായാലും അത്ര പൈസ കാണുന്നില്ല കണ്ടിട്ട്. കടയോ അങ്ങോട്ട് പോകുന്തോറും പൂക്കളുടെ ഒരു സമുദ്രം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസം, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. ഇപ്പോൾ രാത്രി ഒരു 6 മണി 6:30 ഒക്കെ ആയിട്ടോ വൈകിട്ട്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. എത്ര കളർ റോസ് അല്ലേ?
നമ്മുടെ അവിടെ അയർലൻഡിലെ ക്രിസ്മസ് മാർക്കറ്റിലും ബുദാപെസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് പൂക്കളുടെ പരിപാടി കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് പൂക്കൾ കണ്ടത്. രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ ഡെക്കറേഷനും. ഇതുപോലെ ഓരോ സാധനങ്ങളും പണിതുകൊണ്ട് വെച്ചേക്കണെ കാണാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ ഫുഡ് സ്റ്റോളുകളും പിന്നെ അല്ലെങ്കിൽ കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഷൂസ് ഇരിക്കണം കേട്ടോ. എന്നാ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വൈൻ്റെ മണമുണ്ട്. നമ്മുടെ മുൾഡ് വൈനില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചൂടാക്കി കഴിക്കണം, നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് എല്ലാവരും കുടിക്കണം. അപ്പോൾ ഞാനും വിചാരിച്ചത് ഷൂസിൻ്റെ അകത്ത് മുൾഡ് വൈൻ കുടിച്ച് വയ്ക്കാമല്ലോ. പോയി ചോദിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയാണ് സംഭവം, എത്രയാണെന്നൊക്കെ. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ട് നമുക്ക് നമ്മുടെ ഷൂവിലുള്ള മുൾഡ് വൈൻ കിട്ടി കേട്ടോ. കണ്ടോ, നല്ല ഷൂ ഷേപ്പിലാണ്. നല്ല ചൂടുണ്ടേ, നല്ല നല്ല മധുരമൊക്കെ. ഇവിടെ നമ്മൾ അവിടെ കുടിച്ച മുൾഡ് വൈൻ്റെ പോലത്തെ ഒരു ആ ഒരു സിനമൺ ഫ്ലേവർ ഒന്നുമില്ല കേട്ടോ. വല്ല കുടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടല്ല എന്നൊക്കെ ഷൂ. ഇത് നമ്മൾ തിരിച്ചുകൊണ്ടേ കൊടുക്കണേ. നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് 20 ഇവിടുത്തെ എന്താ സോട്ടോ അങ്ങനെ എന്തോന്നോ പറഞ്ഞു, ഇവിടുത്തെ കറൻസി. തിരിച്ചുകൊണ്ടേ കൊടുത്താലേ നമുക്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ചു തരുള്ളൂ. ഉറപ്പിച്ചിട്ട് കാലുവേദനയാണ്. കാലുവേദന വെറുതെ നന്നായില്ല നടക്കും. സൂപ്പർ ട്രെയിൻ കേട്ടോ ക്രിസ്മസ് മാർക്കറ്റ് നടുക്കായിട്ട്. നല്ല രസമുണ്ട് നേരിട്ട് കാണുമ്പോൾ. വീഡിയോനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇതിപ്പോൾ വേറെ സൈഡ്, വേറൊരു കോർണറിലേക്ക് നമ്മൾ വന്നേക്കാം മാർക്കറ്റിൻ്റെ. നിറയെ ഷോപ്പുകളും നിറയെ ആൾക്കാരും നല്ല തണുപ്പും. ചൂരസാ എവിടെ? നമ്മുടെ മറ്റേ ചൂരസാ അടിപൊളി. വിളിക്കുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് നാട്ടിൽ കിട്ടില്ലേ പൊട്ടറ്റോ? ട്വിസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഉണ്ട് 3 മൂന്നെണ്ണം വാങ്ങാൻ ട്വിസ്റ്റ് ചെയ്ത്. കാരണം അമ്മയ്ക്ക് വരുന്ന മാർക്കറ്റിന് അമ്മയ്ക്കില്ല. മാർക്കറ്റിന് ചുരോസ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ട്വിസ്റ്റ് ചിപ്സാ. ചൂറോസ് നമ്മൾ കുറേ മധുരം കഴിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറുണ്ട്. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയോ എന്ന് ചോദിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാപ്രിക്കയും ഉപ്പും ഗ്രീൻ ഒനിയനും ഇട്ടെ. ആണോ? കഴിച്ചോക്കപ്പാ. നമ്മുടെ സ്പെയിനിലെ നമ്മുടെ ചൂറോസിന് വീണ്ടും ഇവിടെ കിട്ടി. എംഎൻഎംസ് ഉണ്ടോ? എംഎൻഎംസ് ടോപ്പിംഗ് ഇടാൻ പറ്റും. അതിന്റെ ആ മിഠായി അവിടെ പറിച്ചിട്ടിട്ടുണ്ട്. അതാണ് എംഎൻഎംസ്. സിനമൺ ഫ്ലേവർ. വറുത്തെടുത്ത നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ക്രിസ്പിയാണ്.
നൈസാണോടാ? പക്ഷെ എലമെന്റ്സ് ഒക്കെ താഴെ പോയി. അത് കിട്ടൂലോ. ആ ഓടിച്ചങ്ങനെ ചുച്ചു നന്നായി വാറുങ്ങ. നമ്മുടെ ശിവരാത്രിയൊക്കെ ഉള്ള പോലെ ഇങ്ങനെ കുറേ പിള്ളേരെ പറ്റിക്കുന്ന കുറേ റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ. ഉമ്മാരി ഇതിനകത്ത് കയറിയില്ല, തണുപ്പ് തുടങ്ങിയ കാരണം രസമുണ്ട് കാണാൻ ഈ ലൈറ്റ്സ് ഒക്കെ ഡോർസിന്റെ ആയിട്ടുള്ള ഡോള് പോലെ. കണ്ടോ ആ റെസ്റ്റോറൻറ്റ് മുകളിലുള്ള റെയിൻഡിയർ വർത്താനം പറയുന്നുണ്ട്. ചോർന്നാറി നല്ല കണ്ട നമുക്ക് വായ കണക്കി Cieszmy się wspólnie tym świątecznym czasem. ഇവിടെ കണ്ട എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് നിന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഹട്ടുകൾ, അത് നല്ല രസത്തിലാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ റെയിൻഡിയർ വീണ്ടും ഇറങ്ങിപ്പോയി. നിറയെ ആളുകളാണ് കടകളിൽ നിന്ന് ഓരോന്ന് വാങ്ങി കഴിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഫോട്ടോ ബൂത്തുകൾ പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് കയറി ഇരുന്ന് ഓരോ ഇതൊക്കെ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റൊക്കെ വെക്കുന്ന പോലെ തന്നെ ഫോട്ടോ എടുത്തു. ഇവിടെ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കുക കേട്ടോ. വർക്കിച്ചും തോമാച്ചും ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കുന്ന ഫോട്ടോ എടുത്തു. നല്ല ആംബിയൻസ് ആണ്. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഫോട്ടോസ്. വീണ്ടും അടുത്ത പരീക്ഷണം കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഇത് സോസേജും ഉപ്പിലിട്ട കുക്കുംബറും ഫ്രൈഡ് ഓനിയൻ താഴെ ബ്രെഡും. നമ്മൾ ഫുൾ പോർഷൻ വാങ്ങിച്ചില്ല, ഹാഫ് വാങ്ങിച്ചോളൂ. കാരണം ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. കഴിച്ചു നോക്കാം. നല്ലതാണോ? നമ്മൾ മാർക്കറ്റിന്റെ വേറൊരു സൈഡിലേക്ക് വന്ന കേട്ടോ. ഇതിങ്ങനെ കണ്ടാൽ ഫീൽഡിലേക്ക് കുറേ സ്ഥലങ്ങൾ. ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റിന്റെ ബിൽഡിംഗ് ആണ് പറഞ്ഞത്. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞില്ല, സെയിം ലേ ഔട്ട് എല്ലാ ഷോപ്പുകൾക്കും കൊടുക്കാം. ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ കൈ അടച്ചു തുടങ്ങി കേട്ടോ. ഫുഡൊക്കെ പയ്യെ നിർത്തി തുടങ്ങി. അതുപോലെ മറ്റേ കടക്കാരൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും. അതിന് ഷോപ്പുകളൊന്നും ഓപ്പൺ ആവില്ല 9 മണി കഴിഞ്ഞ്. പിന്നെ പ്രത്യേകിച്ച് ഇത് വീക്ക് ഡേയും കൂടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് 9 മണിക്ക് തന്നെ കറക്റ്റായിട്ട് അടയ്ക്കുമായിരിക്കും. വേറൊരു സ്ട്രീറ്റ് ഇതുപോലെ ക്രിസ്മസ് മാർക്കറ്റ് പന്തലിട്ടാണ് പോലെ അല്ലേ? അപ്പൊ അവിടെ പോയി നോക്കാം. ഇതാട്ടോ നമ്മൾ ആദ്യത്തെ ദിവസം 2 ദിവസം താമസിച്ച അപ്പാർട്ട്മെൻറ്റ്. ഒരു ലിവിങ് റൂം പ്ലസ് കിച്ചൺ. ആ ലിവിങ് റൂമിൽ സോഫ നമുക്ക് ബെഡാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ ആട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ ബെഡ്റൂമും ഒരു ഡബിൾ ബെഡ് ഇട്ടിട്ട് അതുപോലെ ഒരു ടോയ്ലറ്റും. നല്ല സ്മോളായിരുന്നു, ക്യൂട്ടായിരുന്നു, പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ.